എറണാകുളത്തേക്ക് പോകണം. ശുദ്ധവായുവിനും വെള്ളത്തിനുമായുള്ള എറണാകുളം അയ്യൻകുഴിക്കാരുടെ നിയമ പോരാട്ടം 4 പതിറ്റാണ്ട് പിന്നിടുകയാണ്. HOCയുടെയും BPCLന്റെയും കൂറ്റൻ മതിലുകൾക്ക് നടുവിൽ വിഷപ്പുക ശ്വസിച്ച് നരകജീവിതം നയിക്കുകയാണ് 42ഓളം കുടുംബങ്ങൾ. പുനരധിവാസം എന്ന ആവശ്യത്തിന് ചെവി കൊടുക്കാൻ സർക്കാരോ കമ്പനികളോ ഇനിയും തയ്യാറായിട്ടില്ല. നീതിക്കായി ഈ മനുഷ്യർ ഇനി ഏത് വാതിലിൽ മുട്ടണം? റിപ്പോർട്ടർ ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. ശുദ്ധവായുവിനും സുരക്ഷിത ജീവിതത്തിനും വേണ്ടി 4 പതിറ്റാണ്ടിലേറെയായി പോരാടുകയാണ് അയ്യൻകുഴിയിലെ ഒരു വിഭാഗം ജനത. നിയമ പോരാട്ടത്തിന്റെ വഴികളിലെല്ലാം അനുകൂല വിധികൾ ഉണ്ടായിട്ടും അത് നടപ്പാക്കാതെ അധികൃതർ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ഇവരെ. ഇതോടെ തെരുവ് സമരത്തിലേക്ക് കൂടി ഇറങ്ങിയിരിക്കുകയാണ് അതിജീവനത്തിനായുള്ള സമരവുമായി അയ്യൻകുഴിയിലെ ഒരു വിഭാഗം ജനങ്ങൾ. അവരുടെ പോരാട്ടത്തിന്റെ കഥയിലേക്ക്. പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിന് അധികാരികൾ ചെവി കൊടുക്കാതായതോടെയാണ് അയ്യൻകുഴിക്കാർ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. അയ്യൻകുഴി വാസയോഗ്യമല്ലെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെയും കണ്ടെത്തലും കമ്പനികളോ സർക്കാരോ ഭൂമി ഏറ്റെടുത്ത് പുനരധിവാസം നടപ്പാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശമോ തുണയായില്ല. ശ്വാസതടസ്സവും അർബുദവും അയ്യൻകുഴിക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളും നിത്യരോഗികളാകുന്നു. അയ്യൻകുഴിക്കാരൻ പങ്കജാക്ഷന്റെ വീട്ടിൽ ഈ 2 കമ്പനികളിൽ നിന്നും വരുന്ന വിഷപ്പുകയാണ്. ഒന്നു നേരായി ശ്വാസം പോലും വിടാൻ കഴിയാതെ ഏറെ നാളായി ഇദ്ദേഹം കിടപ്പ് രോഗിയായി തുടരുകയാണ്. എന്ത് ബുദ്ധിമുട്ടാണ്? താങ്കൾ എത്ര നാളായി ഈ ദുരിതം അനുഭവിക്കുന്നു? ഇത് നീണ്ട വർഷങ്ങളായി. പക്ഷേ ഇത് കൂടിയത് ഈ അടുത്ത കാലത്ത് ഈ 2 കമ്പനികളിലും നിന്ന് വരുന്ന കൂടുതലാണ്. എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടാണ്? ശ്വാസം വിടാൻ ബുദ്ധിമുട്ടാണ്, നീർക്കെട്ടും ശ്വാസം ബുദ്ധിമുട്ടും മാത്രമല്ല എൻ്റെ ശരീരം ഹാങ് ഓവറാണ്. എനിക്കിപ്പോഴും തളർന്നു പോവുകയാണ്. ഇന്ന് ശ്വാസം വിടാൻ പറ്റില്ല. ഇവരുടെയും മാരകമായ ദുർഗന്ധവും മണവും ഈ കുമിൻഡോൺ, അസിറ്റിലിൻ, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് എന്ന് വേണ്ട സർവ്വ സാധനങ്ങളും എൻ്റെ വീടിൻ്റെ പുറകിൽ വന്ന് അടിയാണ്. കിടക്കാൻ നിവൃത്തിയില്ല. രാത്രിയാകുമ്പോൾ ഫാൻ ഇട്ടിട്ട് ഞാൻ അടിച്ച് പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുക. രാത്രി മൊത്തം സ്മെല്ലൊക്കെ വരാം. ശ്വാസം മുട്ടാൻ ചുമയും എനിക്ക് ജലദോഷം വരാം. എപ്പോഴും ആശുപത്രിയിൽ പോകാറുണ്ട്, മരുന്ന് കഴിക്കുന്നു. ഭൂമി ഏറ്റെടുക്കാൻ പണമില്ലെന്ന് പറഞ്ഞ് സർക്കാരും പുതിയ പ്രൊജക്ടുകൾ ഇല്ലെന്ന് പറഞ്ഞ് കമ്പനികളും അയ്യൻകുഴിക്കാരെ കൈയൊഴിഞ്ഞു. HOCയുടെയും BPCLന്റെയും വിഷപ്പുകയേറ്റ് മരിച്ചു ജീവിക്കുന്ന ഈ മനുഷ്യർ നീതിക്കായി ഇനി ഏതു വാതിലിൽ മുട്ടണം? അയ്യൻകുഴിക്കാരുടെ നരക ജീവിതത്തിനും അതിജീവനത്തിനായുള്ള പോരാട്ടത്തിനും പതിറ്റാണ്ടുകൾ പ്രായമുണ്ട്. മഴ പെയ്യുമ്പോൾ കുത്തിയിറങ്ങുന്നത് വിഷപ്പുകയാണ്. പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തേണ്ട ഭരണകൂടം ഇനിയെങ്കിലും അയ്യൻകുഴിക്കാരുടെ നിലവിളി കേൾക്കണം. ടീം റിപ്പോർട്ടർ, കൊച്ചി. ഇനി എത്ര വിഷപ്പുക ശ്വസിക്കണം ഈ നരകജീവിതം തീരാൻ? അധികാരികൾ എന്നാണ് കണ്ണു തുറക്കുക? അടിയന്തര ശ്രദ്ധ വേണ്ടുന്ന വിഷയം തന്നെയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഏതായാലും ചൂണ്ടിക്കാണിച്ചത്. പലരും